Good afternoon, sir. Yes, Rajeshwari. Good afternoon. ഇതാണ് നമ്മള് ജനസംഖ്യ വളരെ ശുഷ്കമാണല്ലോ രാജേശ്വരി. എന്ത് സർ? ഇത് നമ്മുടെ ജനസംഖ്യ വളരെ ശുഷ്കമാണല്ലോ. ഇപ്പൊ കുറച്ച് നാളായിട്ട് അങ്ങനെയാണ്. ഓക്കെ, പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നു സർ. ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു. ഇംഗ്ലീഷിന്റെ ഓക്കെ അനു, അഞ്ജു, രാജേശ്വരി. യെസ്, ഓക്കെ രാജലക്ഷ്മി. ശരി, അപ്പൊ നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് യൂണിറ്റ് 3 ആയിരുന്നു. ആ 3-ല് വെർബ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വെർബ് സിസ്റ്റം അല്ലേ സുബിത? നമ്മൾ വെർബ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ വെർബ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ് ഇതെല്ലാം ഓക്സിലറി വെർബ് ആണെന്ന് പറഞ്ഞു. ആ ഓക്സിലറി വെർബ് ഉള്ള വാചകങ്ങളാണെങ്കിൽ അതിന്റെ നെഗറ്റീവ് വാചകം എഴുതാനായിട്ട് വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് വാചകമായി എന്ന് പറഞ്ഞു. യെസ്, അതേ ഓക്സിലറി വെർബ് തന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചോദ്യമായിട്ട് മാറി, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഷീ ഈസ് നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ, എഴുതുകയാകുന്നില്ല. അടുത്തത് നമുക്ക് പറയാം ഈസ് ഷീ റൈറ്റിംഗ് എ ലെറ്റർ, എഴുതുകയാകുന്നു. ഈസ് ആദ്യം വരുമ്പോൾ ചോദ്യമായിട്ട് മാറി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നോക്കിയത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നോക്കിയത് ചില വാചകങ്ങൾ വന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഓക്സിലറി വെർബ് ഉണ്ടാവില്ല. അപ്പോ അങ്ങനെ നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞൊരു വാചകമാണ് ഷീ വെന്റ് ടു ഡൽഹി. ഷീ വെന്റ് ടു ഡൽഹി. അപ്പൊ ഈ വാചകത്തില് ഈ, സാമാർ, വാസ്, വേർ എന്ന് പറയുന്ന ഓക്സിലറി വെർബുകളൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഒരു നെഗറ്റീവ് ആക്കുവാനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ നോക്കേണ്ടത് എന്താണ്? മെയിൻ വെർബ് നോക്കുക. മെയിൻ വെർബ് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോ വെന്റ് ആണ് മെയിൻ വെർബ്. ആ വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. എങ്ങനെ മനസ്സിലായി? ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ് എന്ന് പറയുന്നത്. ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ് എന്ന് പറയുന്നത്. യെസ്, അപ്പൊ നമുക്ക് മനസ്സിലായി വെന്റ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഈ വാചകം ഏത് വാചകമാണ്? സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു വാചകമാണ് നമുക്ക് മനസ്സിലായി. അപ്പോ ഓക്സിലറി വെർബ് ഇല്ലാതിരിക്കുകയും തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റുമാണെങ്കിൽ അതിന്റെ നെഗറ്റീവ് വാചകം എഴുതുമ്പോൾ ഡിഡ് നോട്ട് എന്ന് ചേർക്കുമെന്ന് പറയും. ഡിഡ് നോട്ട്. ആ ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് ടെൻസ് എഴുതാൻ പാടില്ല, പ്രസന്റ് ടെൻസ് എഴുതാവൂ എന്ന് പറയും. അപ്പോ ഷീ വെന്റ് ടു ഡൽഹി എന്നുള്ള വാചകത്തിന്റെ നെഗറ്റീവ് വാചകം പറയുമ്പോൾ ഷീ ഡിഡ് നോട്ട് ഗോ ടു ഡൽഹി. ഇതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. Am I right? അഞ്ജു? ഓക്കെ സുബിത. ഓക്കെ ഇത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു പോയിന്റ് കൂടി ഉണ്ട്. ആ പോയിന്റ് കൂടി നമുക്ക് നോക്കാം. ഇപ്പോ ദേ വെന്റ് ടു ഡൽഹി എന്ന് പറയും. അത് നമുക്ക് മനസ്സിലായി ഡിഡ് നോട്ട് ചേർത്ത് എഴുതിയാൽ മതി. അല്ല, ഷീ വെന്റ് ടു ഡൽഹി. ഞാൻ അടുത്ത് വേറൊരു വാചകം പറയുന്നു. ദേ ഗോ ടു ഡൽഹി. നെക്സ്റ്റ് സെന്റൻസ് ഇതാണ്. ദേ ഗോ ടു ഡൽഹി. ഓക്കെ, മിന്നു സുരേഷ്.
യെസ് ലിജി. സാർ ഞാൻ കേറി ഒന്നും മനസ്സിലായില്ല. ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിക്കാൻ പോകുന്നു. ഓക്കെ ഓക്കെ, മിന്നു വന്നിട്ടുണ്ട്. അപ്പൊ മിന്നു ലിജിക്ക് ഞാൻ പുറകിൽ വരാം. മിന്നു എന്താ സാർ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഇപ്പൊ കേറിയുള്ളൂ. ഞാനൊന്നും ചോദിക്കുന്നില്ല, ചോദിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ, ഓക്കെ, okay. ഞാനിവിടെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്, ദേ ഗോ ടു ഡൽഹി. അപ്പൊ Okay. ഈ വാചകം ദേ ഗോ ടു ഡൽഹി, ഒരു വാചകം ഞാൻ പറയുന്നത് ദേ ഗോ ടു ഡൽഹി. അപ്പൊ അങ്ങനെ ദേ ഗോ ടു ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാചകം, അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ ഓക്സിലറി വെർബ് ഒന്നുമില്ല, ഈസാമാർ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമുക്ക് നെഗറ്റീവ് ആക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ മെയിൻ വെർബ് നോക്കി. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൻ വെർബ് ഏതാണുള്ളത്? പിന്നെ Go അല്ലേ? ഗോ അല്ലേ? ഗോ എന്നുള്ളതാണ്. യെസ്. അപ്പൊ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ടെൻസ് ആണത്? പാസ്റ്റ് ടെൻസ് അല്ല, ഇതാണ് പാസ്റ്റ് ടെൻസ്. അപ്പൊ ഗോ എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്രസന്റ് ടെൻസ്. ഓക്കെ ഓക്കെ, അത്രയോട് ചോദിച്ചത്. ഓക്കെ മിന്നു, യെസ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ലാതിരിക്കുകയും മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലുമാണെങ്കിൽ അതിന്റെ നെഗറ്റീവ് എഴുതുമ്പോൾ ഡിഡ് നോട്ട് ചേർക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ലാതിരിക്കുകയും മെയിൻ വെർബ് നോക്കുമ്പോൾ അത് പ്രസന്റ് ടെൻസുമാണെങ്കിൽ ഡിഡ് നോട്ട് അല്ല ചേർക്കേണ്ടത്, വേറെ രണ്ട് കാര്യങ്ങളുണ്ട്, അത് ചേർക്കണം. അതെന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നുകിൽ ഡു നോട്ട് എന്ന് ചേർക്കണം, അല്ലെങ്കിൽ ഡസ് നോട്ട് എന്ന് ചേർക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചേർക്കേണ്ടത്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചേക്കണം. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഡിഡ് നോട്ട് അങ്ങോട്ട് ചേർത്താൽ മതി. പക്ഷെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡു നോട്ട് വരും, അല്ലെങ്കിൽ ഡസ് നോട്ട് വരും. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരിക. അത് ഏത് വരും എന്നുള്ളത് ആ സെന്റൻസിന്റെ സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കും. ആ സെന്റൻസിന്റെ സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പൊ ഒന്നുകൂടി പറയാം, ഒന്നുകിൽ ഡു നോട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഡസ് നോട്ട് ഉപയോഗിക്കണം. ഡു നോട്ട് വരണമെങ്കിൽ ഐ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു നോട്ട് വരും, വി സബ്ജക്റ്റ് ആണെങ്കിൽ ഡു നോട്ട് വരും, യു സബ്ജക്റ്റ് ആണെങ്കിൽ ഡു നോട്ട് വരും, ദേ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു നോട്ട് വരും. ഈ പ്ലൂറൽ മോർ ദാൻ വൺ അതാണെങ്കിലും ഡു നോട്ട് വരും. ഇത്രയും കാര്യങ്ങളുടെ കൂടെ ഡു നോട്ട് വരും. ഏതൊക്കെയുള്ളത്? ഐയുടെ കൂടെ, വിയുടെ കൂടെ, യുവിന്റെ കൂടെ, ദേയുടെ കൂടെ. ഇത് ഒഴിച്ചുള്ള ബാക്കിയുള്ളതിന്റെ എല്ലാത്തിന്റെ കൂടെ ഡസ് നോട്ട് വരും. അപ്പൊ ഏതിന്റെയൊക്കെ കൂടെ ഡസ് നോട്ട് വരും നമുക്ക് നോക്കാം. ഹീയുടെ കൂടെ ഡസ് നോട്ട് വരും, ഷീയുടെ കൂടെ ഡസ് നോട്ട് വരും, ഇറ്റ് ഇത് എന്ന് പറയുമ്പോൾ ഡസ് നോട്ട് വരും. പിന്നെ സിംഗുലർ ഒരെണ്ണം ഉള്ളെങ്കിലും എന്ത് വരും? ഡസ് നോട്ട് വരും. ഓക്കെ, അത്ര പിടികിട്ടിയില്ല. ഒന്നെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. അപ്പൊ ഇവിടെ നോക്കാം, ദേ എന്ന് പറയുമ്പോ ഡു നോട്ട് വരുമോ ഡസ് നോട്ട് വരുമോ ലിജി? ഏതാണ്? ഡു നോട്ട് വരും. അപ്പൊ അതിന്റെ ആൻസർ ദേ ഡു നോട്ട് ഗോ ടു ഡൽഹി എന്നുള്ളതാണ് എന്റെ ആൻസർ. ദേ ഡു നോട്ട് ഗോ ടു ഡൽഹി. സിമ്പിൾ അല്ലേ? ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഞാൻ ഇതുവരെ പറഞ്ഞത് ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ക്രോഡീകരിക്കുന്നത് ഇതാണ്, ഓക്സിലറി വെർബ് ഉണ്ട്, നെഗറ്റീവ് ആക്കാൻ എളുപ്പമാണ്, ഒരു നോട്ട് ചേർത്താൽ മതി. ഓക്സിലറി വെർബ് ഇല്ലേ, മെയിൻ വെർബ് നോക്കണം. അത് പാസ്റ്റ് ടെൻസ് ആണ്, ഡിഡ് നോട്ട് ചേർത്താൽ മതി. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. ഇനി ഓക്സിലറി വെർബ് ഇല്ലേ, മെയിൻ വെർബ് നോക്കി. അത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഒന്നുകിൽ ഡു നോട്ട് വരും, അല്ലെങ്കിൽ ഡസ് നോട്ട് വരും. അപ്പൊ ഡു ഏതിന്റെ കൂടെ എല്ലാം വരും, ഡസ് ഏതിന്റെ കൂടെ എല്ലാം വരും എന്ന് ഞാൻ പറഞ്ഞു. ഡു വരുന്നത് ഐയുടെ കൂടെ, വിയുടെ കൂടെ, യുവിന്റെ കൂടെ, ദയുടെ കൂടെ. ഡസ് നോട്ട് വരുന്നത് ഹീയുടെ കൂടെ, ഷീയുടെ കൂടെ, ഇറ്റിന്റെ കൂടെ, സിംഗുലർ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഡസ് നോട്ട് വരും. ഇനി നമുക്ക് അടുത്തൊരു വാചകം നമുക്ക് നോക്കാം. ഹി comes here. He comes here. Rajalakshmi. Sir. Yes. How are you, Rajalakshmi? Fine, sir. Very good. Very good. പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു?
എനിക്ക് എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു. ഏറ്റവും എളുപ്പമുള്ളത് ഇംഗ്ലീഷ് ആയിരുന്നോ? ആ യെസ്. ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് പണ്ട് തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പരീക്ഷയിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ല, ഓർക്കണ്ട. എനിക്ക് ഈസി ആയിരുന്നു സർ. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ഇംഗ്ലീഷിന്റെ ആ 10 ചോദ്യത്തിനും ഫുൾ മാർക്ക് കിട്ടിയില്ലേ? കിട്ടിക്കാണും. കിട്ടിക്കാണും അല്ലേ? ഓക്കെ ഓക്കെ. യെസ്. ഇനി ഈ ഇരിക്കുന്നതിന് പരീക്ഷ ബുദ്ധിമുട്ടുള്ള ആരൊക്കെ ഉണ്ടായിരുന്നു? ആരുണ്ടായില്ല അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് വരാം. രാജലക്ഷ്മി, ഇവിടെ ഞാനൊരു വാചകം എഴുതിയിട്ടുണ്ട്. ഹി കംസ് ഹിയർ എന്നിട്ട് ബ്രാക്കറ്റിൽ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ ടു നെഗറ്റീവ്. എങ്ങനെ മാറ്റും? ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് ആലോചിച്ച് ഒന്ന് പറഞ്ഞു നോക്കും. ഓരോരുത്തരും മനസ്സിലൊന്ന് റെഡിയാക്കി വെച്ചോട്ടെ. He do not comes here. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചേ. സാറേ ഡു ആണോ ഡസ് ആണോ ഒരു സംശയം. പറഞ്ഞില്ലേ ഏതിന്റെ എല്ലാം കൂടെയാണ് ഡു വരുന്നത്, ഏതിന്റെ പറഞ്ഞില്ലേ? ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ ഓക്കെ. അളകക്ക് എന്താ തോന്നുന്നത്? He does not comes here. ഹി ഡസ് നോട്ട് കംസ് എന്ന് പറഞ്ഞു. അഞ്ജു ഓക്കെ അല്ലേ? അളക ഞാൻ വരാം. അഞ്ജു, രാകേഷ്, ഇത് ഇങ്ങനെ നെഗറ്റീവ് വാചകം എന്ത് വരും? He does not come here. വെരി ഗുഡ്. അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ അളക പറഞ്ഞപ്പോ അളക വളരെ നിഷ്കളങ്കിയായ ഒരാളായതുകൊണ്ട് വളരെ പ്ലെയിൻ ആയിട്ട് ചിന്തിച്ചു. എന്ത് ചിന്തിച്ചു? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഡു നോട്ട് വരും, ഡസ് നോട്ട് വരും. ഹി വന്നു കഴിയുമ്പോൾ ഡസ് നോട്ട് വരും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അളക എന്ത് പറഞ്ഞു? ഹി ഡസ് നോട്ട് കംസ് എന്ന് പറഞ്ഞു. ഹി ഡസ് നോട്ട് കംസ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു വാചകം പറയാം. ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേ കം എന്ന് പറയും. ദേ കം. ആ ദേ എന്നുള്ളത് മാറ്റിയിട്ട് ഹി ആണെങ്കിൽ കം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഹി കംസ് എന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു നിയമമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഒരാളുള്ളെങ്കിൽ സിംഗുലർ. ഹി എന്ന് പറയുമ്പോൾ ഒരാളിലുള്ള അവൻ, അവൾ എന്ന് പറയുമ്പോൾ ഒന്നിലുള്ളൂ, ഇറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ഒന്നേ ഉള്ളൂ, ബോയ് ഗേൾ എന്നൊക്കെ പറയുമ്പോൾ ഒരാളുള്ളെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിലും അതും കൂടി ശ്രദ്ധിക്കണം. വേറെ ഏത് പാസ്റ്റ് ടെൻസോ പാസ്റ്റ് പാർട്ടിസിപ്പിളോ വന്നാൽ നിയമം പദമല്ല. സബ്ജക്റ്റ് സിംഗുലർ ആവുകയും അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണെങ്കിൽ ആ വെർബിന്റെ കൂടെ എസ് എന്ന് കൂടി ചേർക്കണം. എസ് എന്ന് കൂടി ചേർക്കണം. അതുകൊണ്ട് ദേ കം എന്ന് പറയും. ഹി ആണെങ്കിൽ എന്ത് വരും? കംസ് എന്ന് പറയും. അതൊരു നിയമം ഇംഗ്ലീഷിലുള്ളതാണ്. ഞാൻ ഒന്നുകൂടി പറയാണ്. സബ്ജക്റ്റ് സിംഗുലർ ആവുകയും അത് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്ന വെർബ് പ്രസന്റ് ടെൻസുമാണെങ്കിൽ ഒരു എസ് കൂടി ചേർക്കുക. സിംഗുലർ അല്ല, പ്ലൂറലാണ് സബ്ജക്റ്റ് എങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. യെസ്, ഓക്കെ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തോട്ട് വരാം. ഹി കംസ് ഹിയർ. അതിന് അളക പറഞ്ഞ മറുപടി ഹി ഡസ് നോട്ട് കംസ് ഹിയർ എന്നാണ് പറഞ്ഞത്. അളക പറഞ്ഞൊരു പകുതി ശരിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഹി വരുമ്പോൾ ഡസ് നോട്ട് വരും. ഡസ് നോട്ട് വന്നു. ഇവിടെ ഒരു നിയമം കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഡസ് എന്ന് പറയുമ്പോൾ അതിന്റെ ലാസ്റ്റ് ഒരു എസ് ഉണ്ട്. അതുകൊണ്ട് വെർബിന്റെ കൂടെയുള്ള എസ് ഒഴിവാക്കണം. അപ്പൊ അവിടെ ആ കംസ് എന്നുള്ളതിലെ എസ് കളഞ്ഞിട്ട് എന്ത് വേണം? കം എന്ന് പറഞ്ഞാൽ മതി. അതാണ് കറക്റ്റ്. ഹി ഡസ് നോട്ട് കം. ഡസിന്റെ കൂടെ എസ് ഉണ്ട്. ആ എസിന്റെ ഇഫക്റ്റ് എന്തിനു കിട്ടും? കമ്മിന് കിട്ടിക്കോളും. അപ്പൊ അതിന്റെ പേരില് കമ്മിന്റെ കൂടെ വേറെ എസ് വേണ്ട. നേരെ മറിച്ച് ഡസ് ഇല്ലാതെ വെറുതെ കം മാത്രം വേണമെങ്കിൽ എസ് ചേർക്കണം. യു ഗെറ്റ് ദ പോയിന്റ്? കിട്ടിയില്ലേ? യെസ്, അതാണ് അതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പഞ്ചു പറഞ്ഞ കറക്റ്റ് ആണ്. ഹി ഡസ് നോട്ട് കം ആണ് ശരി. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഡു നോട്ട് ആണ് ഡസ് നോട്ട് ആണെന്ന് സബ്ജക്റ്റ് നോക്കിയിട്ട് തീരുമാനിച്ചിട്ട് അത് ചേർക്കണം. ഡസ് നോട്ട് ചേർക്കുമ്പോൾ വെർബിന്റെ കൂടെ എസ് കിടപ്പുണ്ടെങ്കിൽ ആ എസ് ഒഴിവാക്കി. ഓക്കെ, സിമ്പിൾ അല്ലേ?
എന്നിരിക്കും. രണ്ടൊരു വാചകം ഞാൻ പറയാം. She works WORKS in a bank. We pray P-R-A-Y at 7 o'clock. At 7 o'clock. അടുത്തത് you drink milk. You drink, D-R-I-N-K, drink milk every day. You drink milk every day. അടുത്തത് he reads newspaper. He reads newspaper. അടുത്തത് it moves, M-O-V-E-S, moves beautifully, B-E-A-U-T-I-F-U-W-Y. ഓക്കെ, 5 വാചകങ്ങളുണ്ട്. ഈ 5 വാചകങ്ങളെ നെഗറ്റീവ് ആക്കും. സാർ ലാസ്റ്റത്തെ ഒന്നുകൂടി പറയൂ. ഇറ്റ് മൂവ്സ്, ചലിക്കുന്നു, M-O-V-E-S, മൂവ്സ് beautifully, B-E-A-U-T-I-F-U-L-L-Y. ഓക്കെ, കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ, അഞ്ചു മിടുക്കി, ഫസ്റ്റ് കഴിഞ്ഞു. തൊട്ടുപുറകിൽ ലിജിയുണ്ട്, സെക്കൻഡ്. ഓക്കെ, സുബിത തൊട്ടുപുറകിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ 3 പേരുടെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ശുഭ, ശുഭ ഞാൻ വായിക്കാം. ഷീ വർക്ക്സ് ഇൻ എ ബാങ്ക്. ആൻസർ പറ. She does not work in a bank. Very good. She does not work in a bank. അങ്ങനെ എഴുതാത്തവര് അങ്ങനെ ആക്കുക, സംശയമുള്ളവര് ചോദിക്കുക. അപ്പൊ വർക്ക്സ് എന്നുള്ള നെസ് കളഞ്ഞു. ഷീ ഡസ് നോട്ട് വർക്ക് ഇൻ എ ബാങ്ക്. ഓക്കെ, രാജലക്ഷ്മി, സോറി രാജേശ്വരി, ഈ ചോദ്യം ഞാൻ വായിക്കാം. വി at 7 o'clock. Yes. We do not pray at 7 o'clock. Very good, very good, very good. We do not pray at 7 o'clock. Correct, correct. We do not. We വന്നപ്പോൾ do not. അടുത്തത് സുബിത, ചോദ്യം ഞാൻ വായിക്കാം. You drink milk every day. സുബിത. You do not drink milk every day. Very good, very good, very good. You do not drink milk every day. You do not drink milk every day. അടുത്ത ചോദ്യം ഞാൻ വായിക്കാം. മിന്നു സുരേഷ്. He reads newspaper. He does not read a newspaper. Very good, very good, very good. He does not read newspaper. Okay, okay.
അടുത്ത ചോദ്യം ഞാൻ വായിക്കാം. ലിജി, ഇറ്റ് മൂവ്സ് ബ്യൂട്ടിഫുള്ളി. It doesn't move beautifully. ഇറ്റ് Does not. ഡസിന്റ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഡസിന്റ് ഡസ് പ്ലസ് നോട്ട് ഡസിന്റെ ആണ്. യെസ്, ഡസ് നോട്ട് മൂവ് ബ്യൂട്ടിഫുള്ളി. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല? മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ യൂണിറ്റ് അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്നത് ഓക്സിലറി വെർബിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ നെഗറ്റീവ് വാക്ക് എന്ന് പറഞ്ഞായിരിക്കും ഇതിന്റെ അകത്ത് ചോദ്യങ്ങൾ വരെ. ഒരു സെന്റൻസ് തരും, ആ സെന്റൻസിനെ ചേഞ്ച് ടു നെഗറ്റീവ്. ഓക്സിലറി വെർബ് ഉണ്ട്, എളുപ്പമാണ്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് സാധിക്കുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ അതവിടെ അവസാനിച്ചു. ഇനി ഞാൻ അടുത്ത ഒരു ടെൻസിലേക്ക് കിടക്കുകയാണ്, അടുത്തൊരു യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. അതാണ് യൂണിറ്റ് നമ്പർ 4. യൂണിറ്റ് നമ്പർ 4. യൂണിറ്റ് നമ്പർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പറയുന്നത് ടെൻസ് ആൻഡ് വെർബ്സ് ഇൻ ഇംഗ്ലീഷ് എന്നാണ്. ടെൻസ് ആൻഡ് വെർബ്സ് ആൻഡ് ഇംഗ്ലീഷ്. യെസ്, ഇത് നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമ്പോൾ ഇത് ഉപകാരത്തിൽ കൊള്ളും. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഇത് ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്ലോവിലേ പോവുള്ളൂ. കാരണം ഇത് കുറച്ച് എടുക്കുള്ളൂ. കാരണം അതൊന്ന് മനസ്സിലാക്കി പോകണം. യെസ്, കാരണം ഇത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പാസീവ് വോയിസ് എടുക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയാലാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് സ്പീച്ച് എടുക്കുമ്പോഴും ഇത് അറിഞ്ഞെങ്കിലും നമുക്ക് അത് ചെയ്യാൻ പറ്റും. യെസ്, അപ്പൊ ഇത് നമ്മൾ സ്ലോവിൽ പോവുള്ളൂ. യെസ്, ഓക്കെ. അപ്പൊ ടെൻസിലേക്ക് വലുതുകാലം വെച്ച് കയറിക്കോളൂ. യെസ്, ടെൻസിലോട്ട് നമുക്ക് കയറാം. സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ള ഒരു ഭാഷ കൊണ്ട് ഇംഗ്ലീഷില് 3 ടെൻസ് നമ്മൾ പറയും. ഒന്ന് പ്രസന്റ് ടെൻസ്, അടുത്തത് പാസ്റ്റ് ടെൻസ്, അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് നമുക്ക് വേറെ രീതിയിലും പറയാം. V1, V2 ആൻഡ് V3. വെർബിന്റെ ഒന്നാമത്തെ ഫോം, രണ്ടാമത്തെ ഫോം, മൂന്നാമത്തെ ഫോം. ഇപ്പൊ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. എനിക്ക് പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും മൂന്നും മോഡലാണ്. ഇനി അടുത്ത് വേറൊരു വാക്ക് ഞാൻ പറയാം. LOK, ലുക്ക്, പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ലുക്ഡ്, LOOKED. പാസ്റ്റ് പാർട്ടിസിപ്പിളും ലുക്ഡ് ആണ്, LOOKED. അപ്പൊ ഇവിടെ നമുക്ക് പറയാം പ്രസന്റ് ടെൻസ് ഒരു മോഡലാണ്, പക്ഷെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും വേറെ രീതിയിലാണ്. രണ്ടും ഒരുപോലെയാണ്. പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ലുക്ഡ് എന്നായിരുന്നു. ഇനി അടുത്ത വേറൊരു വാക്ക് ഞാൻ പറയുകയാണ്. കട്ട്, പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് കട്ട് തന്നെയാണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ട് തന്നെയാണ്. അപ്പൊ അതിന്റെ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും എന്താണ്? സെയിം തന്നെയാണ്. സെയിം. ഓക്കെ, യെസ്. അപ്പൊ ഞാനിവിടെ മഞ്ജു സുരേഷ്, രണ്ടുപേരല്ലോ, ഒന്ന് മിന്നു സുരേഷും ഒന്ന് മഞ്ജു സുരേഷും. യെസ്, എനിക്ക് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ മഞ്ജു, ചോദ്യം ഇതാണ്. ഐ കട്ട് ദ വെജിറ്റബിൾസ് യെസ്റ്റർഡേ. കേട്ടോ, ഐ കട്ട് ദ വെജിറ്റബിൾസ് യെസ്റ്റർഡേ. ഇവിടെ ഞാൻ ഉപയോഗിച്ച ഈ കട്ട് എന്ന് പറയുന്ന ഈ വെർബ് അത് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ? പാസ്റ്റ്. എങ്ങനെ മനസ്സിലായി? യെസ്റ്റർഡേയിലാണ് കട്ട് ചെയ്തത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതിനകത്ത് ടൈമിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡ് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അത് യെസ്റ്റർഡേ ആണ്. അപ്പൊ കഴിഞ്ഞു പോയ സംഭവം അങ്ങനെ നോക്കിയപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരും. ആ യെസ്റ്റർഡേ എന്നുള്ളതിന് പകരം ഡെയിലി എന്നാണ് വിചാരിക്കും. ഐ കട്ട് വെജിറ്റബിൾസ് ഡെയിലി. അപ്പൊ ആ കട്ട് ഏത് ടെൻസിൽ പെട്ടതാണ് മഞ്ജു? പ്രസന്റ് ആണ്. ഔലെന്നല്ല, അപ്പൊ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെയുള്ള വാചകങ്ങൾ ഉണ്ടെങ്കിൽ, വെർബാണെങ്കിൽ, നമ്മൾ അതിൻ്റെ അകത്ത് സമയത്തെ സൂചിപ്പിക്കുന്ന വേർഡ് നോക്കണം. അത് പറഞ്ഞാൽ അതിനകത്ത് കിടപ്പുണ്ടാവും. ആ സംഖ്യ എടുത്തിട്ട് വേണം ഏത് ടെൻസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. യെസ്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇംഗ്ലീഷിൽ 12 ടെൻസിന്റെ ഫോം ഉണ്ട്. ഈ 12 ടെൻസുകളിലെ ഇംഗ്ലീഷിൽ ഒരു വാചകം എഴുതാൻ പറ്റും. ആര് എന്ത് വാചകം എഴുതി കഴിഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാലും ഈ 12 ടെൻസുകളിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവും. ഇതല്ലാതെ ഇംഗ്ലീഷ് എഴുതാൻ പറ്റില്ല. അപ്പൊ ഈ 12 ടെൻസിന്റെ ഫോമുകൾ ഏതൊക്കെയാണെന്നും ഓരോ ടെൻസിന്റെ ഫോമിനുമുള്ള മീനിങ് എന്തൊക്കെയാണെന്നും നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് അത് വളരെ ഉപകാരത്തിൽ കൊടുക്കും. യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള 12 ടെൻസിന്റെ ഫോമിന്റെ പഠനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. യെസ്, അപ്പൊ ആദ്യം എഴുതിക്കോളൂ സിമ്പിൾ പ്രസന്റ്. ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ്. SIMPLE സിമ്പിൾ, PRESENT പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് അണ്ടർലൈൻ ചെയ്തോളൂ. യെസ്, സിമ്പിൾ പ്രസന്റ് ഒരു വാചകം കണ്ടു കഴിയുമ്പോൾ അത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഒരു വാചകം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്തൊരു സബ്ജക്റ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വെർബ് ഉണ്ടാവും. ആ വെർബിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് ബാക്കി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്ഡ്, അതൊന്നും നമ്മൾ നോക്കണ്ട. സബ്ജക്റ്റും വെർബും മാത്രം നോക്കിയാൽ മതി. അത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ടെൻസാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൽ എക്സാമ്പിൾ എഴുതിക്കോ. എക്സാമ്പിൾ അല്ല, ഞാൻ പറഞ്ഞൊരു സ്ട്രക്ചർ. എസ് പ്ലസ് എസ്, വെറുതെ എസ് ഇത് പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് വി. എസ് പ്ലസ് വി, എന്നിട്ട് വിയുടെ ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ് എന്നത് പ്രസന്റ് ടെൻസ്. യെസ്, അപ്പൊ നോക്കിയേ, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുകയും ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിന്റെ ഫോമിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഞാൻ എക്സാമ്പിൾ പറയാം. നേരത്തെ പറഞ്ഞത് ഐ സബ്ജക്റ്റ്, പ്രേ, PRAY, പ്രേ, പ്രാർത്ഥിക്കുന്നു, അറ്റ് 7 o'clock. അറ്റ് 7 o'clock നമ്മൾ എടുക്കണ്ട, നമ്മൾ ആ സെന്റൻസിന് ഭംഗി കിട്ടാൻ വേണ്ടി അത് ആഡ് ചെയ്യുന്നതാണ്. യെസ്, ഐ പ്രേ, പ്രേ പ്രസന്റ് ടെൻസ് ആണ്. നമുക്ക് വേറെ പറയാം. ദേ വാക്ക് ഇൻ ദ പാർക്ക്. ദേ വാക്ക്, ദേ അവർ സബ്ജക്റ്റ്, WALK വാക്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഇൻ ദ പാർക്കൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്താണ്. എവിടെ നടക്കുന്നു? പാർക്കിൽ നടക്കുന്നു. യെസ്, അപ്പോൾ സബ്ജക്റ്റ് ഉപയോഗിക്കുക, പിന്നെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിക്കുക. ഇതാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ മനസ്സിൽ ഒരു സബ്ജക്റ്റും ഒരു വെർബും വരുന്ന ഒരു സിമ്പിൾ പ്രസന്റ് മനസ്സിൽ നിന്ന് ആലോചിച്ചില്ലേ? സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് വേണം, അതിന്റെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബും വേണം. ആലോചിച്ചില്ലേ? ഞങ്ങൾ വരാം. യെസ്, നമുക്ക് പറയാം. ഐ ടീച്ച് യു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഐ സബ്ജക്റ്റ്, ടീച്ച് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്, ഐ ടീച്ച് യു. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം വി സ്റ്റഡി ഇംഗ്ലീഷ്. വി സബ്ജക്റ്റ്, സ്റ്റഡി പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്, ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. കറക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയും. ഹാബിറ്റ് നമ്മുടെ സ്വഭാവമാണ്. ഇപ്പോ സൗമ്യ ഇപ്പൊ പറയാണ്, ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കാറുണ്ടെന്നാണ്. നേരെ മറിച്ച് സൗമ്യ ഐ ഡ്രാങ്ക് ടീ ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ദിവസവും ഞാൻ ചായ കുടിക്കാറില്ല, ഇന്ന് ഞാൻ കുടിച്ചു. അതതിന്റെ അർത്ഥം. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. യെസ്, ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. കറക്റ്റ് അല്ലേ? ഐ ടേക്ക് ബാത്ത് പ്രസന്റ് ആണ്. ഐ ടേക്ക് ബാത്ത് അറ്റ് 8 o'clock. 8 മണിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? കുളിക്കുന്നു. ഐ ബ്രഷ് മൈ ടീത്ത്, ഞാൻ പല്ല് തേക്കുന്നു. ഐ റീഡ് ന്യൂസ് പേപ്പർ. ഐ വാച്ച് TV.
ഐ കോറൽ വിത്ത് മൈ ഹസ്ബൻഡ്. ഞാൻ ഭർത്താവുമായി വഴക്കടിക്കുന്നു. ഐ ക്ലീൻ ദ ഡിഷസ്. ഞാൻ പാത്രം കഴുകുന്നു. ഇതെല്ലാം സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ്. സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ആ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ സൗമ്യ. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഇതില് നമ്മള് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് ലെസ് ചേർക്കൂ? വരും 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 വരും. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം, 5 രാവിലെ 6 മണിക്ക് എഴുന്നേക്കുന്നത് എനിക്കറിയാൻ വേണ്ടി ഞാൻ എന്ത് പറയും? 5 gets up at 6 o'clock എന്ന് പറയും. ഓക്കെ, പ്രസന്റ് ടെൻസ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് വെർബ് ഉപയോഗിച്ച എസ് വേണം. അത് നിർബന്ധമാണ്. കണ്ണടച്ച് വിശ്വസിച്ചായിട്ട് യാതൊരു മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ സൗമ്യ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കറക്റ്റ് ആയിരിക്കുന്നു. സിമ്പിൾ പ്രസന്റിന്റെ എക്സാമ്പിൾ ആണ്. ഞാൻ പറഞ്ഞൊന്നും എടുക്കണ്ട, വേറെ എടുത്തു, വെറൈറ്റി പിടിച്ചു. സൗമ്യ റിജോ. യെസ്, സൗമ്യ ഒരു വിചാരിക്കാം. ഹസീന പ്ലീസ്. യെസ്, ഹസീന ഐശ്വര്യം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഹസീനയുടെ ഐശ്വര്യത്തിൽ വേണം ആരംഭിക്കാൻ. ഹസീന സ്ഥിരം ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു. I wash my clothes. വെരി ഗുഡ് വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഒറ്റ മിനിറ്റ്. ഐ സബ്ജക്റ്റ്, വാഷ് പ്രസന്റ്. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. I cook food in kitchen. ഇൻ ദി കിച്ചൺ, അല്ലെങ്കിൽ പറയാം ഐ കുക്ക് ഫുഡ് ഫോർ ദ ഫാമിലി. കുടുംബത്തിന് വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നു. ഓക്കെ, അടുത്തത് 2. I play with my pet. Yes, I play with my kid. Okay, yes. I pray daily. Yes, I pray daily എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, I pray 5 times in a day. അങ്ങനെ പറയാം. കറക്റ്റ് അല്ലേ? One more, last one. I teach my child. I teach my child. Okay. ഒന്ന് കൂടുതലുണ്ടെങ്കിൽ ചിൽഡ്രൻ. ഓക്കെ ഹസീന, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പൊ ഹസീന പറഞ്ഞപ്പോ അതിന്റെ ഒരു മെത്തേഡ് പിടികിട്ടിയല്ലോ. നിങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഹസീന പറഞ്ഞത് പറയണ്ട, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആലോചിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ യൂസ് ഫെയർ ആൻഡ് ലവ്ലി. ഐ യൂസ്, നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കിന് പിന്നെ ലിപ്സ്റ്റിക്, ഞാൻ അതാണ് ഉപയോഗിക്കേണ്ടത് സ്ഥിരം. അത് നമ്മുടെ വെറൈറ്റി ആണ്. യെസ്, സബ്ജക്റ്റ് പ്രസന്റ്. മഞ്ജു സുരേഷ് പറയൂ. 5 ഐറ്റം. I daily come to my job. അപ്പൊ ഡെയിലി എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞാൽ മതി. സബ്ജക്റ്റ് വെർബ് അങ്ങനെ പോകട്ടെ. I come for job. ജോബ് ഡെയിലി ഡെയിലി ലാസ്റ്റ് കൊടുത്തത്. അപ്പൊ ഭംഗിയായില്ലേ? പറയുമ്പോ തന്നെ ഒരു ഒഴുക്ക് ഫ്ലോ ആയിട്ടാണ് പോണില്ലേ? പറഞ്ഞോളൂ, അടുത്ത പറഞ്ഞു. I cook food. യെസ്, അതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. എന്നാലും പോട്ടെ. ഐ കുക്ക് ഫുഡ്. വെറൈറ്റി പിടിക്കൂ മഞ്ജു, വെറൈറ്റി പിടിക്കൂ. I purchased ഹൗസ് ഹോൾഡ് ഐറ്റം. ഞാൻ വീട്ടു സാധനങ്ങൾ അയക്കുന്നത് മാത്രമേ ഉള്ളൂ. ഐ പർച്ചേസ് ഹൗസ് ഹോൾഡ് ഐറ്റം. എന്റെ വീട്ടിലേക്കുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസ് മേടിക്കുന്നത് ഞാനാണ്. പർച്ചേസ് കറക്റ്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. പർച്ചേസ് എന്ന് പറയാം, BUY എന്ന് പറയാം, സെയിം ആണ്. അടുത്തത് I walk daily. യെസ്, കറക്റ്റ് ആണ്. ഐ വാക്ക് ഇൻ ദ മോർണിംഗ്, ഐ വാക്ക് ഡെയിലി. ഓക്കെ, കറക്റ്റ്. വൺ മോർ. I do my work. ഐ ഡു മൈ വർക്ക് എന്ന് പറയാം. ഐ ഡു എക്സസൈസ് എന്ന് പറയാം. ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്. ഐ സബ്ജക്ട്, ഡു പെർസെന്റേജ്. ഓക്കെ മഞ്ജു സുരേഷ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. രാജലക്ഷ്മി പറയൂ. രാജലക്ഷ്മി ചെയ്യുന്ന 5 കാര്യങ്ങൾ പറയൂ.
I send my child to school daily. I send my child to school daily. ഞാൻ എല്ലാ ദിവസവും കൊച്ചിനെ സ്കൂളിൽ അയക്കാറുണ്ട്. Send, 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 percentage of the verb. അടുത്തത്. I clean home every day. I clean home every day. ഞാൻ വീടൊന്നും വൃത്തിയാക്കാറുണ്ട്. വെരി ഗുഡ്. രണ്ടെണ്ണം എഴുതിയോളൂ സാർ. ബാക്കികൾ പറഞ്ഞോ? ഇനി എല്ലാ ദിവസവും കഴിക്കുന്ന ഫുഡ് എന്താ? ബിരിയാണി അല്ലേ? ദോശ. അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ബിരിയാണി ആക്കി. ഞാൻ എല്ലാ ദിവസവും ബിരിയാണി കഴിക്കാറുണ്ട്. അത് പറഞ്ഞ I eat biryani ഡെയിലി. daily. എനിക്കറിയാൻ കഴിക്കാറില്ലെന്ന്. അതാണ് ഞങ്ങൾ വെറുതെ സെന്റൻസ് ഉണ്ടാക്കിയതാണ്. ഐ ഈറ്റ് ബിരിയാണി ഡെയിലി. ഓക്കെ. പിന്നെ എഴുതിയില്ല സാർ. ടി വി കാണാറുണ്ടോ? I watch TV every day. എവറി ഡേ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഐ വാച്ച് ടി വി. ഞാൻ ടി വി കാണാറുണ്ട്. എനിക്ക് മനസ്സിലായി. എല്ലാ ദിവസവും കാണാറുണ്ട്. മനസ്സിലായി. അമ്പലത്തിൽ പോകാറുണ്ടോ? ഇടയ്ക്ക്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആഴ്ചയിൽ ഒരു ദിവസം എടുക്കാം എന്ന് പറഞ്ഞേ. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. ഞാൻ പോകാറുണ്ട്. തുടരെ പറഞ്ഞു. I go to temple. ഒരു പ്രാവശ്യം. once. I go to temple once in a week. Very good. I go to temple once in a week. അത് നമ്മുടെ ഒരു ക്യാരക്ടറാണ്. ആഴ്ചയിൽ ഒരു ദിവസം പോകുന്നുള്ളത്. അത് നമുക്ക് മാറ്റി പറയാം. I go to temple once in a month. ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം അമ്പലത്തിൽ പോകാം. അതാണ് എന്റെ സ്ഥിരമായിട്ടുള്ള പരിപാടി. കേട്ടോ? മാസത്തിൽ ഡെയിലി പോകാന്നുള്ളതല്ല, മാസത്തിൽ ഒരു പ്രാവശ്യം പോകാന്നുള്ളതാണ്. യെസ്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ രാജലക്ഷ്മി. യെസ്. ഓക്കെ. അളക നല്ല വെറൈറ്റി ഐറ്റംസ് അഞ്ചെണ്ണം കൂടെ പോരട്ടെ. I love my husband. Very good. Yes. Okay. I believe in myself. Very good. അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. ഞാൻ എന്നിൽ തന്നെ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ വെറൈറ്റി പിടിക്കുകയും ഈ ചായ ഉണ്ടാക്കിയത് കാപ്പി ഉണ്ടാക്കിയതൊക്കെ വിട്. നിങ്ങളിലേക്ക് ചേർച്ചത്. അപ്പൊ നിങ്ങൾക്ക് തോന്നണം ഇത് പറഞ്ഞു കഴിയുമ്പോ അത് കൊള്ളാലോ എന്ന് പറയാനായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന സൈസുള്ള സംഗതികൾ പിടിക്കും. നിങ്ങൾക്ക് പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. വെറുതെ ഉപരിപ്ലവമായിട്ട് ചിന്തിക്കല്ലേ. അത് ഇറങ്ങിപ്പോ. ഇപ്പൊ ആളൊക്കെ പറഞ്ഞ രണ്ടും എനിക്ക് വേണ്ട ഇഷ്ടമായി. ഓക്കെ. മൂന്നാമത്തെ. I get upset easily. പിടിയിട്ടില്ലേ? ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആവുന്നു. അതിന്റെ ഒരു ക്യാരക്ടറാണ്. യെസ്. അടുത്ത് പറഞ്ഞതാണ് I listen to music. ആരും പറഞ്ഞിട്ടില്ല. ഐ ലിസൺ ടു മ്യൂസിക് ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ. വെരി ഗുഡ്. ഞാൻ പാട്ട് കേൾക്കാറുണ്ട്. I exercise daily. അതും എഴുതിയിട്ടുണ്ട്. ഐ ഡു എക്സസൈസ് പറഞ്ഞതാണ്. ഒരാൾ പറഞ്ഞതാണ്. എന്നാലും കുഴപ്പമില്ല. ഇനിമോ ഞാൻ 5 എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ 5 തന്നെ നിൽക്കണമെന്നല്ല. 5 6,000 7,000 എനിക്ക് കുഴപ്പമൊന്നുമില്ല. വെരി ഗുഡ്. യെസ്. ഓക്കെ. വെരി ഗുഡ്. അഞ്ചുവിന്റെ വെറൈറ്റി ഐറ്റംസ് പറയട്ടെ. വെറൈറ്റി ഒന്നുമില്ല സാർ. വെറൈറ്റി ഒന്നുമില്ലല്ലേ? യെസ്. നാടനാണ്. ഓക്കെ. Come on. I took my book. I read my book. I write my book. പിന്നെ I play shuttle in evening. Yes. I like classical dance. I cook fish curry. Yes. പിന്നെ ദേവു walks in the morning. മോളുടെ പേരിലാ എഴുതി. Yes. Devu walks in the morning. Yes. ഇത്രേ ഉള്ളൂ സർ. Very good. കറക്റ്റ്. മതി. വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇല്ലാന്ന് പറഞ്ഞത് 5 എളിമ കൊണ്ട് പറഞ്ഞാന്ന് വിചാരിക്കും അല്ലേ? യെസ്. ശുഭ പറയൂ. 5 ഐറ്റംസ്. The phone rings loudly. Okay. The phone rings loudly. Very good. I think he's very handsome. Okay. Very good. I think subject verb present same. We laugh at funny jokes. Yes. Okay. Very good. We love. Correct. I help my mom every day. I hate My mom every day. yes. Okay. Next. I sing in the shower. Yes.
I buy groceries every week. Yes. I watch movies on every Friday. Yes. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് കേട്ടാ. ഇതിന് എക്കോ ഉണ്ടായിരുന്നു, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ചോളൂ. അത് കഴിഞ്ഞ വർഷം പറഞ്ഞ ക്ലിയർ ആയിരുന്നു, ഒന്ന് മാറ്റി പിടിച്ചോളൂ കേട്ടോ. ഓക്കെ ശുഭ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. രാജേശ്വരി പറഞ്ഞോളൂ. I drink lot of water. യെസ്, വെരി ഗുഡ്. I clean my house every day. വെരി ഗുഡ്. I wash my hands. ബിഫോർ കുക്കിംഗ് ഫുഡ്. യെസ്, ഓക്കെ. I use dashless eyeliner. യെസ്. ഓ, ഐ യൂസ് ഐലൈനറിന്റെ പേര് വരെ പറഞ്ഞിട്ടോ. യെസ്, വെരി ഗുഡ്. I watch reels every day. I watch reels every day. Yes, very good. Okay, okay, Rajeshwari. Then Subhida. Subhida, പറയൂ. Yes, sir. Yes, പറഞ്ഞോ. I take care my garden. I take care of. I take care of my garden. Take care of. I am confident in my skill. അത് കറക്റ്റ് സെന്റൻസ് ആണ്, പക്ഷെ നമ്മുടെ ഈ പറഞ്ഞതിലേ വരുള്ളൂ, കാരണം അതിന്റെ അകത്ത് ആം കയറിപ്പോയി. കേട്ടോ? അപ്പൊ സബ്ജക്റ്റ് അല്ല, സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. I recall my childhood. ഓ, വെരി ഗുഡ്, നല്ല സെന്റൻസ്. ഐ റീകോൾ മൈ ചൈൽഡ്ഹുഡ്. എന്റെ കുട്ടിക്കാലം ഞാൻ ഓർമ്മിക്കാറുണ്ട്. അതെന്റെ സ്വഭാവമാണ് വെറുതെ ഇരിക്കുമ്പോൾ. ഓ യെസ്, അടുത്തത്. I remember my parents. I remember my parents. Okay. I pray God for giving such a wonderful life. ഓ, അപ്പൊ നമുക്ക് അവിടെ ഞാൻ വാക്കുകൂടി ചേർക്കണം. ഐ താങ്ക്സ് ഗോഡ്. ഞാൻ ദൈവത്തോട് നന്ദി പറയാറുണ്ട്. ഫോർ ഗിവിംഗ് മീ സച്ച് എ വണ്ടർഫുൾ ലൈഫ്. ഈ മനോഹരമായ ഈ മനോഹരമായ ഭൂമിയിൽ ഇനിയൊരു നമ്മുടെ വയലാർ എഴുതിയിരിക്കുന്ന ഒരു പാട്ടാണിത്. ഇനിയൊരു ജന്മവും തരുമോ എന്നൊക്കെ പറഞ്ഞ പാട്ടില്ലേ, ആർക്കെങ്കിലും പാടാൻ അറിയാമോ? ഇത് നമ്മുടെ ഒരു ML PC തോമസ് അദ്ദേഹത്തിന്റെ പേരിൽ തോന്നുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ഏൽപ്പിച്ചുകൊണ്ടുപോയ സംഗതിയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിലച്ചന്മാരെ വന്ന് കുർബാനയിലെയോ അങ്ങനെ ഇങ്ങനെയൊന്നും വേണ്ട, ഈ എന്റെ ഡെഡ് ബോഡി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ പാട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മതി, ശബ്ദം കുറച്ചെന്ന് പറഞ്ഞാൽ. യെസ്, ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം തരുമെന്നൊക്കെ പറഞ്ഞ് പഴയ പാട്ടില്ലേ അളക. യെസ്, as you told that you listen the music. Yes. Okay, Subhida, any more? ഇനി എഴുതിയതാന്ന് തോന്നുന്നുണ്ട്. I eat my breakfast daily. Yes, very good. I teach my children. Okay. Very good, very good. I sing a song in every day. അതെ, അത് വെറുതെ പറഞ്ഞാണോ കാര്യമായിട്ട് പറഞ്ഞാണോ? അല്ല, കാലത്ത് റേഡിയോ ഒക്കെ വെക്കാറുണ്ട്, അപ്പൊ വെറുതെ ഒന്ന് പാടും, അത്രേ ഉള്ളൂ. അവര് പാട്ട് ഏതാണ്? അയ്യോ, പാട്ട് പാടില്ല, അത് വെറുതെ അയ്യോ. അല്ലിയാമ്പൽ കടവിൽ ആ പാട്ടായിരുന്നോ സാർ? അല്ലിയാമ്പൽ കടവിൽ ആ പാട്ട് റേഡിയോയിലുണ്ടായിരുന്നു. അപ്പൊ അത് അവര് പാടുന്നതിന്റെ ഒപ്പം ഞാൻ വെറുതെ പാടും, അത്രേ ഉള്ളൂ. പാടാനൊന്നും അറിയില്ല. റോസി എന്ന് പറഞ്ഞ സിനിമയില് ജോബു മാസ്റ്റർ സംഗീത സംവിധാനം ചെയ്ത് യേശുദാസ് പാടിയ പാട്ടല്ലേ? കാലത്തെന്നും റേഡിയോ എടുക്കാറുണ്ട്. എന്താ പറഞ്ഞോളൂ, അതിനകത്ത് 2 വരി പാടൂ സുബിത, 2 വരി മതി. അയ്യോ, അത് വേണ്ട സാറേ. പോരട്ടെ, ഇനി ഒരു അവസരം കിട്ടിയത് പോലും കേട്ടാ. അപ്പൊ ഞങ്ങള് 12 പേര് കേൾക്കുന്നോളൂ. അയ്യോ, നമ്മുടെ അവരൊക്കെ നന്നായി പാടലുണ്ടോ? ശുഭ നന്നായിട്ട് പാടിണ്ടായിരുന്നു. ശുഭ ശരി. പിന്നെ കൊറേ പേര് പാടിണ്ടായിരുന്നു ഓണം സെലിബ്രേഷനില്. ഞാനും പാടാന്ന് വിചാരിച്ചു, പക്ഷെ അവരൊക്കെ നന്നായി പാടി കണ്ടപ്പോൾ ഞാൻ
വേണ്ടാന്ന് വെച്ചു. അതെ, നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട. യേശുദാസിനെ പോലെ പാടും, എസ് ജാനിയെ പോലെ പാടും, സുശീലാമയെ പോലെ നമ്മൾ നമ്മുടെ സ്റ്റൈൽ പിടിക്കും. യെസ്, ഓക്കെ. അപ്പോ മനസ്സ് മാറുകയാണെങ്കിൽ അറിയിക്കാം. ഓക്കെ, മിന്നു സുരേഷ്. Yes, sir. ഐറ്റംസ് പറഞ്ഞോളൂ മിന്നു സുരേഷ്. I call my parents in the mobile phone daily. Okay. I call my parents daily. Okay. I watch my face in the mirror. എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലത്തെ തോളിൽ തട്ടിയിട്ട് പറയണം, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അത് പറയാറായിട്ടില്ല സർ. അങ്ങനെ പറയാറായിട്ടില്ല. വെരി ഗുഡ്. യെസ്, ഓക്കെ, അത് വെറൈറ്റി ആണ്. യെസ്, പറഞ്ഞോളൂ. ആരും പറയാറില്ല. I eat vegetables in the lunch. I eat vegetables for the lunch. I clean my scooter. I clean my scooter daily. Okay, ഞാൻ ഒന്ന് ആഡ് ചെയ്തതാണ് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി. Yes. I drive my scooty every day. I drive my scooty every day. Correct. I cook the dishes. I cook. ഞാൻ ഒന്ന് മാറ്റി പറയണേ. ആ ഡിഷസിന് മുന്നേ I cook variety of dishes. പലതരത്തിലുള്ള ഡിഷസ് ഞാൻ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. വെറൈറ്റി ഓഫ് ആഡ് ചെയ്തതാണ്. Okay, very good. Okay, I write my diary every day. അതൊക്കെ നല്ല ജീവിതത്തിൽ വിജയം നേടുന്ന ആളുകൾക്ക് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ വെരി ഗുഡ്. I write diary every day. ഡയറി കുറെ കാലമായിട്ട് എഴുതാറുണ്ട് സർ. പഴയ ഡയറി നോക്കിയിരുന്ന് ചിരിക്കാറുണ്ട്. യെസ്, ഓക്കെ. വെരി ഗുഡ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വല്ല ലോക പ്രശസ്തയായ ആൾക്കായിട്ട് മാറി കഴിയുമ്പോ ആ ഡയറിയൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബയോഗ്രഫിയോ ഓട്ടോബയോഗ്രഫിയോ ഒക്കെ തയ്യാറാക്കാം. യെസ്, ഓക്കെ. നല്ല രസമാണ് കൊറേ കാലം മുമ്പത്തെയൊക്കെ ഡയറി എടുത്ത് വായിക്കുമ്പോ. ഗതകാല സ്മരണകൾ ഒഴുകിയെത്തുന്നു അല്ലേ? അതെ, നമ്മൾ മറന്ന കൊറേ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരും. യെസ്, വെരി ഗുഡ്. പണ്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു, പിന്നെ ഇടക്കാലം വിട്ട് വെച്ചതൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോയി. പണ്ട് ഡയറി വെക്കാൻ സ്ഥലമില്ലാണ്ടായി തുടങ്ങി. വെരി ഗുഡ്. ഈ ഇരിക്കുന്നവരില് ഇനി ആരൊക്കെയാണ് ഇതേപോലെ കൃത്യമായിട്ട് ഡയറി എഴുതാണെങ്കിലുണ്ട്? യെസ്, കുഴപ്പമില്ല. ഓക്കെ മിന്നു, വെരി ഗുഡ്. ലിജി പറഞ്ഞോളൂ. I cook delicious food every day. വെരി ഗുഡ്. അപ്പൊ ആ വീട്ടിലുള്ള ഒരു ഭാഗ്യം അല്ലേ? വെരി ഗുഡ്. യെസ്. I read newspaper daily. Yes, very good. I drink tea every day. Yes. I visit my mother home every day. Yes. I wear light cloth in summer. Yes, അത് ആരും പറയാത്തതാണ്. നേരത്തെ മിറർ പറഞ്ഞ പോലെയാണ്. I wear light cloth in summer. I hear music every day. I hear music every day. പാട്ട് കേൾക്കുക എന്നുള്ളത് മാത്രമാണ്, പാടുക എന്നുള്ളതാണ്. കേൾക്കുക എന്ന് മാത്രം. എനിക്ക് വിശ്വാസം വന്നിട്ടില്ല. പോട്ടെ. I go to temple always. Yes, very good. I eat rice every day. Yes. That's all. Very good. ഇപ്പൊ എല്ലാവരും പറഞ്ഞല്ലോ. യെസ്, അപ്പൊ നമുക്ക് മനസ്സിലായി. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസിഡൻസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസിഡൻസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസിഡൻസ്. അതിന്റെ അടിയിൽ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടോ. I love India. Example, I love India. Yes, I love India. അപ്പൊ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ, നമ്പർ 2, സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ സ്ട്രക്ചർ എഴുതിക്കുക. സബ്ജക്റ്റ് പ്ലസ് എസ് പ്ലസ്
എസ് പ്ലസ് വി. വി വെർബ് എന്നുള്ളൊരു ഷോർട്ട് ഫോമാണ് വി. അതിന്റെ ബ്രാക്കറ്റില് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ്. യെസ്, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പൊ സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക, അതാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് വേണമെങ്കിൽ ഒരു വാചകം പറയാം. ഐ ലവ്ഡ് ഇന്ത്യ. ലവ് അല്ല, അതിന്റെ പാസ്റ്റ് ടെൻസ് ലവ്ഡ് ഇന്ത്യ. ഐ cooked, COOKED, cooked delicious food. സബ്ജക്റ്റ് കഴിയുക, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് പറയും, പക്ഷെ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാവൂ, പ്രസന്റ് ടെൻസ് ഉപയോഗിക്കരുത്. അപ്പോ അങ്ങനെ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സെന്റൻസ് നമുക്ക് എന്ത് പറയാം? സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാം. ഇപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം ഷീ ഡ്രോവ്. ഡ്രൈവ് എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രോവ്. ഷീ ഡ്രോവ് സ്കൂട്ടി. അപ്പൊ അവിടെ ഷീ വരുമ്പോ എസ് ചേർക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവിടെ നമ്മൾ ഷീ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ളത് പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എസ് ചേർക്കണ്ട, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മാത്രം എസ് ചേർത്താൽ മതി. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എസ് ചേർക്കണ്ട, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും എസ് വേണ്ട, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പൊ നമുക്ക് പറയാം ഷീ ഡ്രോവ് സ്കൂട്ടർ. ഇനി ഞാനൊരു ചിത്രം വരച്ചു. ഐ ഡ്രോ വരക്കുക എന്നാണ് എന്റെ പാസ്റ്റ് ഡ്രൂ, DREW. ഐ ഡ്രൂ എ പിക്ചർ. യെസ്, അത് നമുക്ക് പറയാമല്ലോ. യെസ്, അപ്പൊ പറഞ്ഞോളൂ അഞ്ചു. ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞ് സിമ്പിൾ പാസ്റ്റിന്റെ സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റ് ടെൻസ് വരുന്ന. അഞ്ചു മിക്ക വട്ടം മാറിപ്പോയി തോന്നുന്നു അല്ലേ? യെസ്, അഞ്ചു വരുമെന്ന് വിചാരിക്കാം. അഞ്ചു വരുമെന്ന് വിചാരിക്കാന്നല്ല, അഞ്ചു മ്യൂട്ട് ഓണാവുന്നവിടെ കട്ടായി പോയി. സോറി. അതെ, ഞങ്ങളിവിടെ പറഞ്ഞോളൂ. അഞ്ചു മിക്ക സ്വിച്ച് മാറിപ്പോയിരുന്നു. യെസ്, അല്ലെങ്കിൽ ബട്ടൺ മാറിപ്പോയിരുന്നു. ഓക്കെ അഞ്ചു പറഞ്ഞു. I played yesterday. അതാണ് ഉദ്ദേശിച്ചത്. I played football yesterday. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. I played football yesterday. നേരെ മറിച്ച് ഐ പ്ലേ എന്നാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയി. ഐ പ്ലേഡ് എന്ന് പറഞ്ഞപ്പോ എന്തായി? അത് സിമ്പിൾ പാസ്റ്റ് ആയി. അപ്പൊ ഐ പ്ലേ എന്നാണ് പറയുന്നത് എങ്കിൽ യെസ്റ്റർഡേ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ എന്ത് ഉപയോഗിക്കേണ്ടി വരും? ഡെയിലി, എവരിഡേ എന്നൊക്കെ ഉപയോഗിക്കേണ്ടി വരും. യെസ്, മഞ്ജു സുരേഷ് പറഞ്ഞോളൂ, വേറൊരു എക്സാമ്പിൾ പറയും. പറഞ്ഞോളൂ. I bought milk every day. അതിനകത്ത് പ്രശ്നമുണ്ട്. എവരിഡേ പറ്റുന്നത് ഐ ബൈ ആണെങ്കിലാണ് എവരിഡേ പറയാൻ പറ്റുള്ളൂ. ഞാൻ വാങ്ങിച്ചു കണ്ടോ? അപ്പൊ നമുക്ക് എവരിഡേ ആയിട്ട് കളഞ്ഞു. യെസ്റ്റർഡേ ആക്കിക്കോ, ടുഡേ ആക്കിക്കോ. അപ്പൊ ടുഡേ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചോളും നേരത്തെ രാവിലെ എനിക്ക് വാങ്ങിച്ചിരുന്നു. ഇപ്പൊ 2:30 ആയില്ലേ? യെസ്, ഓക്കെ സർ. പറയാം. വേറൊരു സെന്റൻസ് പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്. ആദ്യമേ വേറെ പറയാം. ലൈവ് എക്സാമ്പിൾ പിടിക്കൂ. അതെ, I bought an umbrella in the morning. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ബോട്ട്, അതായത് ബോട്ടിൽ നിന്ന് വിടാൻ സാധ്യതയില്ലല്ലേ? യെസ്, ഓക്കെ. യെസ്, ഓക്കെ, ഓക്കെ. ഐ ബോട്ട് ആൻ അംബ്രല്ല ഇൻ ദ മോർണിംഗ്. പിടിക്കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ മൊത്തം നോക്കിയത് രണ്ട് ടെൻസാണ് നമ്മൾ നോക്കിയത്. ഒന്ന് സിമ്പിൾ പ്രസന്റ്, അടുത്ത സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത കാര്യമാണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞ സംഭവമാണ്, ഓൾറെഡി ഹാപ്പൻഡ്. നമുക്ക് സിമ്പിൾ പാസ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി നമുക്കൊന്ന് പൊടി തട്ടിയെടുത്ത് ഒന്നുകൂടി എല്ലാവരും 4-5 സെന്റൻസ് ഒക്കെ പറയിച്ചതിന് ശേഷം നമുക്ക് അടുത്തോട്ട് പോവാം. സോ we will meet in the next class. Okay.
Thank you, sir. Okay, welcome. Thank you, sir. Thank you, sir. Okay.